പ്രിയ കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് തൃക്കളത്തൂർ ഗവൺമെന്റ് LP ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ്. ആദ്യം ഒരു നഴ്സറി പാട്ടാണ്. പാടുന്നവർ അഷ്ടമി അഭിലാഷ്, ദക്ഷ PA, ധനഞ്ജയ് TJ, സിദ്ധാർത്ഥ് ഹരികൃഷ്ണൻ. അടുത്തത് ഒരു കഥയാണ്. കഥ പറയുന്നത് പൂജ ഹരികൃഷ്ണൻ. ഒരിക്കൽ ഒരു ആട് വഴിതെറ്റി കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്ത് ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാനേ തോന്നും. ഹോ, വല്ലാത്ത മയക്കം. അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലെ ആടല്ലേ, താനിരുന്ന ഇടം ഒരു ഗുഹയാണെന്ന് അതിനുണ്ടോ അറിയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതായി പുതിയ ജന്തു? ഭൂതത്തെ പോലുള്ള ആടിൻ്റെ അഭീകര രൂപം കണ്ട് സിംഹം ആദ്യമൊന്ന് പരുങ്ങി. എന്നിട്ട് അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണെൻ്റെ ഗുഹയിൽ? എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇത് കേട്ടും പുറത്തേക്ക് നോക്കിയ ആട് ശരിക്കും പേടിച്ചുട്ടോ. അതാ ഒരു സിംഹം. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിൻ്റെ ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ. സിംഹം അലറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എൻ്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. ഉടനെ ആട് ചോദിച്ചു, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവെന്നും പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒളിച്ചു നിന്ന് ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കുറുക്കൻ സിംഹത്തിൻ്റെ പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും, അങ്ങ് എങ്ങോട്ടാണ് പരവേശനായി ഓടുന്നത്? നിൽക്കാൻ സമയമില്ല, ആ ചക്രവർത്തി എൻ്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എൻ്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാട്ടിലെന്ന് നോക്കട്ടെ, സിംഹം പറഞ്ഞു. ഈ സിംഹത്തിന്
പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കൻ ഉള്ളിലോറ് ചിരിച്ചു. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്താണെന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. വേഗം സിംഹത്തിൻ്റെ അരികിലെത്തി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. ആടോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഹേ, ഞാൻ എത്രയോ ആടുകളെയാ നാട്ടിൽ നിന്നും മോഷ്ടിച്ചിട്ടുള്ളത്. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എൻ്റെ പിന്നിൽ ഒളിച്ചാൽ മതി, കുറുക്കൻ പറഞ്ഞു. ഛേ, കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസ്സാരക്കാരനായ കുറുക്കൻ്റെ പിന്നിൽ ഒളിക്കുകയോ? സിംഹം പിറുപിറുത്തു. സംശയിച്ചു നിന്ന സിംഹത്തിനോട് കുറുക്കൻ പറഞ്ഞു, പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. അങ്ങ് വന്നാലും. ഗുഹയ്ക്ക് മുന്നിൽ കുറുക്കനെയും സിംഹത്തിനെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ പീറ കുറുക്കൻ്റെ ധൈര്യത്തിലാണ് സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്ക. ആട് മനസ്സിൽ മന്ത്രിച്ചു. ആടിൻ്റെ സൂത്രം മണത്തറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പോ എത്തി ചക്രവർത്തി? ആടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നേ? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്. അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇതു കേൾക്കേണ്ട താമസം. സിംഹം കുറുക്കിന് നേരെ അലറി. എടാ ചതിയാ! പിന്നെ വെപ്രാളപ്പെട്ടൊരൊറ്റ ഓട്ടമായിരുന്നു. വാലിൽ കെട്ടിയ കുറുക്കൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആടിത് കണ്ട് ചിരിച്ചു. ഓർത്തോർത്ത് ചിരിച്ചുകൊണ്ട് വേഗം നാട്ടിലേക്കുള്ള വകയിലൂടെ നടന്നു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ ആപത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. ഇനിയൊരു ലളിതഗാനം പാടുന്നത് ജയലക്ഷ്മി PA. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും കൈരളി പാടുമീ മലയാളപ്പഴമയിൽ കാണുവതേതൊരു ഭാവം നീ തേടുവതേതൊരു ഗീതം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും കഥകളി നർത്തന മുദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളായി കഥകളി നർത്തന മുദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളായി തമ്പുരു ശ്രുതി ചേർത്ത് ഗാഥകൾ പാടുമി കിളിമൊഴിയാണി മലയാളം എന്നും കവിത തുളുമ്പുമി മലയാളം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ചിത്രശീലാനൃത്തവേദികളിൽ ചിലങ്കകളാടുന്നു താളങ്ങളായി ചിത്രശീലാനൃത്തവേദികളിൽ
തിരകളാടുന്നു താളങ്ങളായി. സ്വാതി തിരുനാളിൻ ഗീതകൾ പാടുമീ നിറതിങ്കളാകുമീ മലയാളം എന്നും പ്രണമിച്ചു നിൽക്കുമീ മലയാളം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും കൈരളി പാടുമീ മലയാളപ്പഴമയിൽ കാണുവതേതൊരു ഭാവം നീ തേടുവതേതൊരു ഗീതം. ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും. ഇനി നമുക്ക് ദേവലക്ഷ്മി ചൊല്ലുന്ന കവിത കേൾക്കാം. ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് സുഗതകുമാരി ടീച്ചറിൻ്റെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ്. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. കുറ്റിരുട്ടിൽ കൊടും കാട്ടിൽ എൻ്റേതാകുമൊറ്റ മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചെറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ. ശക്തമാം നിൻ വലം കയ്യിൽ പിടിക്കാതെ ദുർഘടമീ വഴിത്താരയിലൂടവേ ലക്ഷ്യമില്ലാതെ കുനിഞ്ഞ ശിരസുമായി ഒറ്റയ്ക്കു പോകാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒപ്പം ചിരിച്ചു കൊണ്ടേറ്റു പാടാൻ കൂട്ടിനാരുമില്ലാതെ ആർക്കും വേണ്ടിയല്ലാതെ ഏതോ ബദിരദഗ്ഗൻ മുന്നിൽ ഏകനാം ശബ്ദമായി നിന്നു വിറയ്ക്കാത്ത കണ്ടമാർന്നൊറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ അർദ്ധരാത്രി നടുങ്ങിയുണർന്നു നിൻ ഹസ്തമുപധാനമാക്കാതെ തോഴനാം ഒറ്റ ഉറക്ക ഗുളികതൻ ചുംബന മുദ്രയൻ ചുട്ട നിറുകയിലേറ്റുകൊണ്ട് ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ. ചുറ്റും രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ നിൻ പൊന്നു കയ്യാലെ ഒരിറ്റു ജലം നുകരാതെ നിൻ കണ്ണിലൻ ദൃഷ്ടി ചേർക്കാതെ യാത്ര ചോദിക്കാതെ ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ. ഇനിയൊരു സംഘഗാനമാണ്. പാടുന്നവർ ഇനിക, ചിത്രാക്ഷര, മിഥി, പ്രാർത്ഥന, അനുപമ. ശിശുദിനമെന്നാലറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം, സ്നേഹിച്ചെന്നും
നമ്മുടെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് തൃക്കളത്തൂർ ഗവൺമെന്റ് LP ഗേൾസ് സ്കൂളിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. നിർവഹണം ലൗലി, സഹായം ബിന്ദു വേണു.